ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കിയായിട്ടുള്ള അപ്രോച്ചസ് ടു ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ക്രിയേഷൻ്റെ വാല്യൂ ബേസ്ഡ് മെത്തേഡ്സ് ആണ്. ഓക്കെ, അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ആഡഡ് ആൻഡ് മാർക്കറ്റ് വാല്യൂ ആഡഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പോയിൻ്റ് മാത്രമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ എന്താണെന്നും ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ആഡഡ് എന്താണെന്നും മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്താണെന്നുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ആഡഡ്, SVA എന്നാണ് ഷോർട്ട് ഫോം. ഓക്കെ, നോക്കാം എന്താണ്. ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ആഡഡ് ഓർ SVA ഈസ് ഡിഫൈൻഡ് ആസ് ദ മെഷർമെൻറ്റ് ഓഫ് ദി ആക്ച്വൽ വർത്ത് ഓഫ് ദി സ്റ്റോക്ക് or portfolio of stock as it is compared to the worth of other investment. മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വർത്തും അതേപോലെ ആക്ച്വൽ സ്റ്റോക്കിൻ്റെയും അതേപോലെ പോർട്ട്ഫോളിയോ ഓഫ് സ്റ്റോക്കിൻ്റെയും വർത്തും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അത് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ആഡഡ് റെപ്രസെൻറ്റ് ദ എക്കണോമിക് പ്രോഫിറ്റ്സ് ജനറേറ്റഡ് by a business above and beyond the minimum return required by all the providers of the capital. ഇപ്പം നമ്മൾ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തവരുണ്ടാവും, അവർക്കൊരു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാവും, അവർക്ക് റിക്വയേർഡ് ആയിട്ടുള്ള. അതിന് പുറത്തേക്ക് ബിസിനസ് എന്തെങ്കിലും എന്ത് ചെയ്യാണ്, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എക്കണോമിക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയും നമ്മൾ SVA ആയിട്ട് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യും. അവിടെയൊക്കെ എന്താണ്, ഒരു അഡീഷണൽ വാല്യൂ അവിടെ ജനറേറ്റ് ചെയ്യാണ്. നമുക്ക് മിനിമം ഇത്ര മതി, അതിൻ്റെ പുറത്തേക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വാല്യൂ ആഡ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. നെക്സ്റ്റ്, ദ വാല്യൂ ഈസ് ആഡഡ് വെൻ ദ ഓവറോൾ നെറ്റ് എക്കണോമിക് ക്യാഷ് ഫ്ലോ ഓഫ് ദ ബിസിനസ് എക്സീഡ്സ് ദ എക്കണോമിക് കോസ്റ്റ് ഓഫ് ദി ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ എക്കണോമിക് കോസ്റ്റിനേക്കാളും നമ്മുടെ എക്കണോമിക് നെറ്റ്, അതായത് ഓവറോൾ നെറ്റ് എക്കണോമിക് ക്യാഷ് ഫ്ലോ കൂടുകയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ കൂടെ വാല്യൂ ആഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആക്ച്വൽ എത്രയാണോ ആ മിനിമത്തിനേക്കാളും എന്ത് ചെയ്യണം, നമ്മൾ ആ കമ്പനി ബിസിനസ്സിൽ പ്രോഫിറ്റ്, എക്കണോമിക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. അപ്പോഴാണ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ എന്ത് ചെയ്യുന്നത്, ആഡായി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. The shareholders' value is used to evaluate the probable return on investment in order to determine the desirability of the stock or portfolio under consideration. അതായത് എന്താണ്, ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ആഡഡ് എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്ത് ഇവാലുവേറ്റ് ആണ് ചെയ്യുന്നത്, റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവരെന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ടാണ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ കാണുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, സ്റ്റോക്കിലുണ്ടാവുന്ന ഡിസൈറബിലിറ്റീസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സച്ച് ആസ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി നമ്പർ ഓഫ് ഇവാലുവേഷൻ ടൂൾ. ഇതൊരു ഇവാലുവേഷൻ ടൂളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. യൂസ്ഡ് ബൈ ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് അനലിസ്റ്റ് ടു സെലക്ട് ദ എമംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ചോയ്സ്. നമുക്കൊരു ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് ചോയ്സ്, നമ്മൾ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ബെറ്റർ ഡെസിഷൻ എടുക്കാൻ ഇൻവെസ്റ്റേഴ്സിനെയും അനലിസ്റ്റുകളെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെറ്റർ എക്കണോമിക് അല്ലെങ്കിൽ ഇവാലുവേഷൻ ടൂളാണ് എന്ത്, ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ കമ്പനി ക്രിയേറ്റ് ദ വാല്യൂ ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് വെൻ ദ ഷെയർ ഹോൾഡർ റിട്ടേൺ എക്സീഡ് ദ ഇക്വിറ്റി കോസ്റ്റ്. അതായത് എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യണത്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ കമ്പനി പോയിൻ്റ് ഓഫ് വ്യൂവിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ ഇക്വിറ്റി കോസ്റ്റിനേക്കാളും കൂടുതലാവുകയാണെങ്കിലാണിത് കമ്പനി എന്ത് ചെയ്യുന്നത്, ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ആവുന്നില്ല, ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ ഇക്വിറ്റി കോസ്റ്റിനേക്കാളും കുറവാണെങ്കിൽ, അതായത് ഇക്വിറ്റി കോസ്റ്റ് കൂടുതലാണെങ്കിൽ കമ്പനി ഡിസ്ട്രോയ് ദ വാല്യൂ, അതായത് അവരെന്ത് ചെയ്യും, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് മിനിമം റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ അപ്പുറത്തേക്ക് കമ്പനി എന്തെങ്കിലും എക്കണോമിക് റിട്ടേൺ ഉണ്ടാക്കുകയാണെങ്കിൽ, എക്കണോമിക് ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, SVA അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ആഡഡ് എന്ന് പറയണം. അപ്പം നമ്മൾ നോക്കുക, ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്.
വാല്യൂ ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത് എന്താണ്? കോർപ്പറേറ്റ് വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദ ഡെറ്റ് പ്ലസ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ആണ് ഇക്വേഷൻ. ഓക്കെ, വാല്യൂ ഓഫ് ദ ഡെറ്റ് പ്ലസ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ. ഈ ഒരു ഇക്വേഷന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എസ് വി കണ്ടുപിടിക്കാം. എസ് വി മീൻസ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെയായിരിക്കും? നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിനെ ഇവിടേക്ക് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ രൂപത്തിൽ ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? കോർപ്പറേറ്റ് വാല്യൂ മൈനസ് വാല്യൂ ഓഫ് ഡെപ്റ്റ് വരും. ഓക്കെ, അതാണ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിലുള്ള 2 എലമെൻറ്റുകളുണ്ട്, അതായത് വാല്യൂ ഓഫ് ഡെപ്റ്റും കോർപ്പറേറ്റ് വാല്യൂ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. വാല്യൂ ഓഫ് ഡെപ്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് റെപ്രസെൻറ്റ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ്. ഓക്കെ, ഒന്നെങ്കിൽ ഡെപ്റ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ, അല്ലെങ്കിൽ മറ്റ് ലാബിലിറ്റീസ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ലെയിംസിൻ്റെ മാർക്കറ്റ് വാല്യൂ, അതായത് പ്രിഫറൻസ് ഷെയർസൊക്കെ പോലുള്ളതിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെയാണ് നമ്മൾ വാല്യൂ ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത്. സി വി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ഫേമിൻ്റെ ടോട്ടൽ വാല്യൂവിനാണ് കോർപ്പറേറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ എസ് വി എനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. Shareholders' value added is expressed as the company's capital cost from stock and bond issue subtracted from its net operating profit after tax. അതായത് നമ്മൾ ടാക്സ് മൈനസ് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും ടാക്സ് ഉണ്ടാവും. ടാക്സ് ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കി കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്, അതായത് നോ പാർട്ട്. ഓക്കെ, അതിൽ നിന്നിട്ട് എന്ത് ചെയ്യാണ്? ക്യാപിറ്റൽ കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, ക്യാപിറ്റൽ കോസ്റ്റ് എന്തിൻ്റെയൊക്കെ ക്യാപിറ്റൽ? ഈ സ്റ്റോക്കും ബോണ്ടും ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ക്യാപിറ്റൽ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? എസ് വി എ കിട്ടുന്നത്. അങ്ങനെയുള്ള ക്യാപിറ്റൽ കോസ്റ്റിനെയാണ് നമ്മൾ VACC എന്ന് പറയുന്നത്, അതായത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ എന്താണ് എസ് വി എയുടെ ഇക്വേഷൻ? എസ് വി എ ഈക്വൽ ടു നോ പാർട്ട് മൈനസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നോ പാർട്ട് എന്ന് പറഞ്ഞാൽ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ദെൻ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുവാണ്, അതായത് നമുക്കിതിന് ഒരു പ്രോബ്ലം ചെറിയ നോക്കാം. കമ്പനിയുടെ നോ പാർട്ട് എന്ന് പറയുന്നത് ഒരു എത്രയാണ്? 2 lakh ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 2 lakh. ഇനി ക്യാപിറ്റൽ കോസ്റ്റ് മൊത്തമായിട്ട് അവർക്ക് കോസ്റ്റ് ഉള്ളത് 50,000 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 50,000 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ എസ് വി എത്രയായിരിക്കും? ബാക്കി എത്രയായിരിക്കും ഉണ്ടാവുക? 1,50,000. ഇങ്ങനെയാണ് എന്ത് എസ് വി എ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അഥവാ നിങ്ങൾക്ക് ടാക്സ് കൂടി തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്കൊരു ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നു, അതിൽ ഇത്ര പെർസെൻറ്റേജ് ടാക്സ് ഉണ്ടെന്ന് കണ്ടാൽ ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? എസ് വി എ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ആഡഡിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് മാർക്കറ്റ് വാല്യൂ ആഡഡ് ആണ്, MVA. ഓക്കെ, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റേൺ സ്റ്റുവാർട്ട് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മെഷർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത് ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാർക്കറ്റ് വാല്യൂ ആൻഡ് ബുക്ക് വാല്യൂ ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ ബുക്ക് വാല്യൂവിനേക്കാളും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അവിടെ മാർക്കറ്റ് വാല്യൂ ആഡഡ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും? ഈ ഒരു അബ്രിവിയേഷൻസ് പ്രകാരമുള്ള മാർക്കറ്റ് വാല്യൂ ആഡഡിനെ പറയുന്നതാണ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എന്ന് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, അതായത് അതായത് ക്യാപിറ്റൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ അത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. അതായത് നെറ്റ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദി
ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് എന്ന് പറയും. ഓക്കെ, മാർക്കറ്റ് വാല്യൂ ആഡഡ് ഈസ് ഈക്വൽ ടു ഒരു തരത്തിൽ പറയുകയാണ്, അതായത് കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂയും ബുക്ക് വാല്യൂയും ഡിഫറൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാർക്കറ്റ് വാല്യൂ ആൻഡ് ബുക്ക് വാല്യൂ ഓഫ് ദി കമ്പനി. അതിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാർക്കറ്റ് വാല്യൂന്ന് ക്യാപിറ്റൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത് കുറയ്ക്കുന്നതാണ് മാർക്കറ്റ് വാല്യൂ ആഡഡ്. ഇനി നമ്മൾ നോക്കുക, ഇഫ് വി അസ്യൂം ദാറ്റ് മാർക്കറ്റ് വാല്യൂ ആൻഡ് ബുക്ക് വാല്യൂ ഓഫ് ദ ഡെപ്റ്റ് ആർ സെയിം, ഡെപ്റ്റിൻ്റെ ബുക്ക് വാല്യൂ മാർക്കറ്റ് വാല്യൂം സെയിം ആവുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്വിറ്റി മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പം എം വിയും ബി വിയും, അതായത് മാർക്കറ്റ് വാല്യൂം ബുക്ക് വാല്യൂ ഓഫ് ദ ഡെപ്റ്റ് സെയിം ആവുകയാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ ആഡഡ് കണ്ടുപിടിക്കാൻ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി മൈനസ് പിന്നെന്താണ് ബുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി. ഇവിടെ നമ്മൾ ഇക്വിറ്റി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യുള്ളൂ. ഇതൊന്ന് നമ്മൾ ബുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യാം. എന്താണ് ബുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് മാർക്കറ്റ് വാല്യൂ ആഡഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് തരത്തിൽ മാർക്കറ്റ് വാല്യൂ ആഡഡിൻ്റെ ഇക്വേഷൻ നോക്കി. ഒന്നെന്താണ് മാർക്കറ്റ് വാല്യൂ ആഡഡും മാർക്കറ്റ് വാല്യൂയും ബുക്ക് വാല്യൂയിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ, അത് തമ്മിൽ ഡിഫറെൻ്റ് ആണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് അതായത് എം വി ഗ്രേറ്റർ ദാൻ ബി വി ആണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ മൈനസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇക്വിറ്റി ഡെപ്റ്റിൻ്റെ മാർക്കറ്റ് വാല്യൂയും ബുക്ക് വാല്യൂയും സെയിം ആവണമെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് വാല്യൂ ആഡഡ് നോക്കി. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, നോക്കുക. ബോണ്ട് ഹോൾഡേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ആർ കോൺട്രിബ്യൂട്ടഡ് 10 lakh ഫ്രം company XYZ and during its existence since inspections, and it is currently listed on the stock exchange with a stock market value is 20 lakh. ഇവിടെ നമുക്ക് രണ്ട് വാല്യൂസ് ആണ് തന്നത്. ഒന്ന് ഷെയർ ഹോൾഡേഴ്സ് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതാണ് നമ്മുടെ എന്ത് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് എന്ന് പറയുന്നത്, നമ്മുടെ ഇക്വേഷൻ എം ബിയിൽ വരുന്ന ഇക്വേഷൻ. ഓക്കെ, പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് വാല്യൂ ആണ്, അതെന്താണ് കമ്പനിയുടെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ആണ് അല്ലേ. സ്റ്റോക്ക് മാർക്കറ്റ് വാല്യൂ എന്നല്ലേ പറഞ്ഞത്, അത് എത്രയാണ് 20 lakh ആണ്. അപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷൻ പ്രകാരം നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുക. സൊല്യൂഷൻ നോക്കുക. മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനീസ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ മൈനസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. അതെ, ക്യാപിറ്റൽ ഇൻവെസ്റ്റഡും ടോട്ടൽ മാർക്കറ്റ് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് MVA. അപ്പോൾ ഇവിടെ നമുക്ക് മാർക്കറ്റ് വാല്യൂ തന്നിരിക്കുന്നത് എത്രയാണ്, 20 lakh ആണ് അല്ലേ. ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് തന്നിരിക്കുന്നത് 10 lakh. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, അതായത് 20 lakh മൈനസ് 10 lakh ഈക്വൽ ടു 10 lakh. ദിസ് ഇസ് ദ അവർ MVA. ഇതാണ് നമ്മുടെ MVA. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെയുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി ഞാൻ തരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മാർക്കറ്റ് വാല്യൂ യൂസ്ഫുൾ ഓഫ് മാർക്കറ്റ് വാല്യൂ ആഡഡ് ഇൻ ഇവാലുവേഷൻ ഓഫ് ദ പെർഫോമൻസ് ഓഫ് ദി ഫേമിൻ്റെ പെർഫോമൻസിൽ എങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് വാല്യൂ ആഡഡ് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, കമ്പനി ഈസ് എ ഹൈ മാർക്കറ്റ് വാല്യൂ ആർ അട്രാക്ട് ദ ഇൻവെസ്റ്റേഴ്സ്. കമ്പനിക്ക് ഹൈ മാർക്കറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ പോലുള്ള ഇൻവെസ്റ്റേഴ്സിനെ അവിടേക്ക് എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഗ്രേറ്റർ ലൈക്ലിഹുഡ് ദേ വിൽ പ്രൊഡ്യൂസ് പോസിറ്റീവ് റിട്ടേൺസ്. അവരെന്ത് ചെയ്യും, നല്ല ഒരു ബെനിഫിറ്റുള്ള റിട്ടേൺ നമുക്ക് എന്ത് ചെയ്യും, അതിനുവേണ്ടി വർക്ക് ചെയ്യും. അതേപോലെ പോസിറ്റീവ് റിട്ടേൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ്, MBA can interpret an amount of the wealth that management has created for investors over and above their investment in the കമ്പനി. പിന്നെന്താണ്, എമൗണ്ട് ഓഫ് വെൽത്ത്, മാനേജ്മെൻറ്റ് വെൽത്ത് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, MBA മേ നോട്ട് ബി റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് ദ മാനേജ്മെൻറ്റ് പെർഫോമൻസ് ഡ്യൂറിങ് സ്ട്രോങ് ബുൾ മാർക്കറ്റ്. അവിടെ എന്താണ് സ്ട്രോങ് ബുൾ മാർക്കറ്റ് വെൻ ദ സ്റ്റോക്ക് പ്രൈസ് ഈസ് റേസ് ജനറൽ. സ്ട്രോങ് ബുൾ മാർക്കറ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് പ്രൈസും എന്ത് ചെയ്യും, ജനറലി റേസ് ചെയ്യപ്പെടും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ യൂസ്ഫുൾ നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതെന്താണ്, മെഷേഴ്സ് ആണ്. ഓക്കെ, മെഷേഴ്സ് അല്ലെങ്കിൽ അപ്രോച്ചസ് ആണ് എന്ത് കണ്ടുപിടിക്കാനുള്ള, ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള
അപ്രോച്ചസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് SVA ആൻഡ് MVA. ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ആഡഡ് ആൻഡ് മാർക്കറ്റ് വാല്യൂ ആഡഡ്. അതിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ആഡഡ് എന്താണെന്ന് നോക്കി, അതേപോലെ അതെങ്ങനെയൊക്കെ ചെയ്യും എന്ന് നോക്കി. നെക്സ്റ്റ് മാർക്കറ്റ് വാല്യൂ ആഡഡ് നോക്കി. പിന്നെന്താണ് അതിൻ്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. പിന്നെ അതിൻ്റെ യൂസ്ഫുൾനെസ്. ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിതിൻ്റെ നെക്സ്റ്റ് പാർട്ട്, ഇത് EVA എക്കണോമിക് വാല്യൂ ആഡഡ്, ക്യാപിറ്റൽ എംപ്ലോയ്ഡ് പോലുള്ള കാര്യങ്ങൾ, അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, കഴിഞ്ഞ ക്ലാസ്സിൽ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.